കൊടുക്കുന്നതാണ്. പിന്നെ ഇതേപോലെ കാർബൺ ഫൈബറിൻ്റെ ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 4 ലക്ഷം എന്ന് പറഞ്ഞാൽ വെർത്താണ്. കാരണം ഇന്ന് നമ്മളൊരു അഡാർ ഐറ്റത്തിനും കൊണ്ടാണ് വന്നിട്ടുള്ളത്. 2016-17 മോഡൽ സീങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. മുഷ്ടിലോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെയാണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ യാത്ര സുഖമാണ്. ഓടിച്ചാൽ പിന്നെ ഇങ്ങനെ ഓടിച്ച് പോകും, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ഡിക്കി സ്പേസ് തന്നെയാണ് വരുന്നത്. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അഡാർ ഐറ്റത്തിനും കൊണ്ടാണ് വന്നിട്ടുള്ളത്. 2016-17 മോഡൽ സി ക്ലാസ്, അതും AMG കിറ്റ് കയറ്റിയ വണ്ടി, കൂടാതെ V1 എന്നുള്ള ഫാൻസി നമ്പറും. സാധാരണ നമ്മളൊരു സി ക്ലാസ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം 4 ലക്ഷം രൂപയോളം കോസ്റ്റ് വരുന്ന കമ്പനി അപ്രൂവ്ഡ് AMG കിറ്റാണ് ചെയ്തിട്ടുള്ളത്. AMG കിറ്റ് വരുന്നതോടുകൂടെ വണ്ടിയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറും. ഒരു സ്പോർട്ടി ടൈപ്പ് ആയിരിക്കും. കിറ്റ് പറഞ്ഞാൽ മൊത്തത്തിൽ മാറും. ഇതിൻ്റെ ബാക്ക് ഭാഗങ്ങളൊക്കെ റിയർ സൈഡൊക്കെ മാറിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണിക്കാം. ഇത് മോഡൽ വരുന്നത് 2016-17 രജിസ്ട്രേഷനാണ് വരുന്നത്. വണ്ടി ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷൻ വാഹനമാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷനാണ്. ഇപ്പോൾ വാഹനത്തിൻ്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഇത് എടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് പുതിയ ടയർ ഇട്ടിട്ടേ തരുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സി ക്ലാസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ അറിവിൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്കൊക്കെ വരികയാണെങ്കിലും ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര സ്പോർട്ടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം കണ്ടോ, AMG കിറ്റിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇതായി നമ്മൾക്ക് ഈ എക്സോസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും. ഇതാ പുറകിൽ C63 എന്ന് കാണാൻ സാധിക്കും. പിന്നെ AMG കിറ്റിൻ്റെ എംബളം കമ്പനി കൊടുക്കുന്നതാണ്. പിന്നെ ഇതേപോലെ കാർബൺ ഫൈബറിൻ്റെ ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 4 ലക്ഷം എന്ന് പറഞ്ഞാൽ വെർത്താണ്. കാരണം കാണാൻ തന്നെ സ്പോർട്ടി ലുക്കാണ്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. അതവിടെ AMG കിറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സി ക്ലാസ്സിൽ കാണാത്ത സംഭവമാണ് AMG കിറ്റിൻ്റെ എംബളം. ഇതാ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. താഴത്ത് ഒരു സിൽവർ ബീഡിങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല, അത് നമുക്ക് ഗ്യാരണ്ടി പറയാം. വണ്ടി വരുന്നത് 2017 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 70,000 കിലോമീറ്ററാണ്. അതും കറക്റ്റ് കമ്പനിയിൽ നിന്ന് മാത്രമേ സർവീസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ വണ്ടി എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന് നേരെ ഷോറൂമിലേക്ക്, ബെൻസിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിലേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് പ്രൂവ് ചെയ്ത് തൃപ്തിയായാൽ മാത്രം വണ്ടി എടുത്താൽ മതി. റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാமல் ഗ്യാരണ്ടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കാം. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബെൻസിൻ്റെ സി ക്ലാസ് ആണ്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് പറഞ്ഞു. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വുഡൻ ഫിനിഷുകൾ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. സീറ്റും കാര്യങ്ങളൊക്കെ ഇതാ പക്ക വർക്കിംഗ് ആണ്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ഫുൾ ലെതർ ഫിനിഷിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതാ ഇവിടെ ബെൻസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. മുഷ്ടിലോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെയാണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി ഓവറോൾ ലുക്ക് സീറ്റും കാര്യങ്ങളൊന്നും വലിയ തിരക്കേടില്ല, ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് എടുക്കുന്ന സമയത്ത് പോളിഷ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് റോയിലേക്ക് വന്നാലും നമുക്കിതാ ഇവിടെ ആദ്യം തന്നെ നമുക്ക് വിൻഡോ കർട്ടനുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് വിൻഡോ കർട്ടൻ. അത് നമുക്ക് കാണാൻ സാധിക്കും. പുറകുവശത്തോട്ട് വന്നാൽ സീറ്റും കാര്യങ്ങളൊന്നും തിരക്കേടില്ല. ഇന്നത്തെ രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നല്ല കുഷനുള്ള സീറ്റാണ്. പിന്നെ യാത്ര ചെയ്യാനൊക്കെ ഇതിനെ കഴിഞ്ഞിട്ട് വേറൊരു വണ്ടിയുള്ളൂ, അത്രയും നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ. സീറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ്. മുഷ്ടിലോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. സൺറൂഫ് ഒന്ന് ഓണാക്കാം. കണ്ടോ, ഒരു പനോരമിക് സൺറൂഫോട് കൂടി വരുന്ന വാഹനമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഡാഷിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇവിടെ ഫുള്ള് വുഡൻ ഫിനിഷുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. AC ഒക്കെ പക്ക കൂളിംഗ് ആണ്. ഇവിടെ നമുക്ക് ബെൻസിൻ്റെ ഒരു വാച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഓവറോൾ ലുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിക്കി സ്പേസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊരു സെഡാൻ വാഹനമാണ്. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിക്കി കാണിച്ചു തരാം. ഇതാ 1 ടച്ചാണ്. ഇവിടെ 1 ടച്ച് കൊണ്ട് നമുക്ക് ഡിക്കി തുറക്കാൻ സാധിക്കും. നല്ല മനോഹരമായ ഡിക്കി തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ഡിക്കി സ്പേസ് തന്നെയാണ് വരുന്നത്. പോകുമ്പോൾ അത്യാവശ്യം ലഗേജൊക്കെ കെയർ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ല ചൂടുണ്ട്.
ഇപ്പോൾ ഉൾവശത്തോട്ട് വരികയാണെങ്കിൽ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടേ തരുള്ളൂ. വലിയൊരു എൻജിൻ റൂം നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തോ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ അപശബ്ദങ്ങളും കാര്യങ്ങളൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. ബോണറ്റും കാര്യങ്ങളൊക്കെ പക്ക കമ്പനി പേസിങ്ങിനാണ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇവനൊന്ന് ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒന്നും പറയാനില്ല, സി ക്ലാസ് ആണ്, നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകം എന്താ വെച്ചാൽ കാല് കൊടുത്താൽ പിന്നെ പോണതറിയില്ല, പക്ഷെ നമ്മളെ റോഡിലൊന്നും കാല് കൊടുക്കാനും പറ്റില്ല, ആ ഒരവസ്ഥയാണ്. പിന്നെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വാഹനമാണ്. കൂടാതെ സ്റ്റെബിലിറ്റി, ഇപ്പം എത്ര പവറിൽ പോയാലും സ്റ്റെബിലിറ്റി പക്കറ്റ്. നമുക്ക് ജസ്റ്റ് കണ്ടോ, കാലെടുത്ത് പോവുകയാണെങ്കിൽ കണ്ടോ നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. 100 എത്തിയത് അറിഞ്ഞിട്ടില്ല. പിന്നെ പാഡൽ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേയിലൊക്കെ നല്ല പെടച്ച് പോകാൻ സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ അത് പുതിയ ഹൈവേ ഒക്കെ വരാൻ പോവാണ്, അടിപൊളിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് ഈ ബെൻസിൻ്റെ എംബ്ലമൊക്കെ കണ്ടിങ്ങനെ ഓടിക്കുമ്പോൾ ഒരു പ്രീമിയം ഫീലായിരിക്കും നമുക്ക് ലഭിക്കുക. കൂടാതെ റോഡ് പ്രസൻസ്, റോഡിലൂടെ ഈ വാഹനം പോകുന്ന സമയത്ത് ഭയങ്കര റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും നോക്കും, നല്ല ഒരു വേറെ ഫീലാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ തന്നെ, വേറെ പ്രത്യേകതയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നൈറ്റൊക്കെ ആകുമ്പോൾ വേറൊരു മൂണും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും കേട്ടോ. എത്ര കിലോമീറ്റർ ഓടിച്ചാലും ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് ഓരോ സ്ഥലത്തും തിരിക്കും. വാഹനത്തിൻ്റെ വലിപ്പം കണ്ടിട്ട് നമുക്ക് ഇതിപ്പോൾ ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയും വേണ്ട, കാരണം ഇതിൻ്റെ ടയറിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഏത് സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് വേഗം വാഹനം തിരിക്കാനൊക്കെ സാധിക്കും. ലേഡീസിനും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി കാറാണ് കേട്ടത്. ഈ വാഹനത്തിന് ഏകദേശം 80 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അന്ന്. ഇപ്പോൾ ഓണർ ചോദിക്കുന്നത് 33 ലക്ഷം രൂപയാണ്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ. നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വാഹനം ഓടിച്ചിട്ട് പിന്നെ കൊടുക്കാനും തോന്നുന്നില്ല ഓണർക്ക്, അമ്മാതിരി യാത്ര സുഖമാണ്. ഓടിച്ചാൽ പിന്നെ ഇങ്ങനെ ഓടിച്ച് പോകും, അതതിൻ്റെ ഒരു പ്രശ്നം. അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.